എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 40ാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വെയിറ്റ് ലോസ് ചെയ്തു തുടങ്ങുന്ന മിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ. അതായത് നമ്മൾ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയും. പിന്നീട് നമ്മുടെ വെയിറ്റ് കുറയുന്നതിൻ്റെ സ്പീഡ് പതിയെ പതിയെ കുറഞ്ഞു വരികയും ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ വെയിറ്റ് കുറയാത്ത ഒരവസ്ഥ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്ര തന്നെ ഡയറ്റ് ചെയ്താലും എത്ര തന്നെ എക്സസൈസ് ചെയ്താലും നമ്മളെ വെയിറ്റ് യാതൊരു രീതിയിലും കുറഞ്ഞു വരുന്നില്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വെയിറ്റ് സ്റ്റക്ക് ആവുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനെ വെയിറ്റ് സ്റ്റക്കായിരിക്കാനായിട്ട് പ്രധാനമായിട്ട് 5 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ഒരു ഡയറ്റിംഗ് രീതിയുമായിട്ട് അഡ്ജസ്റ്റ് ആയി തുടങ്ങി എന്നുള്ളതാണ്. അതായത് എങ്ങനെ കുറഞ്ഞ കലോറീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തെ പ്രവർത്തിക്കാമെന്ന് നമ്മുടെ ശരീരം ശീലിച്ചു തുടങ്ങിയെന്നർത്ഥം. രണ്ടാമത്തെ കാരണം നിങ്ങൾ മസിൽ ലോസ് വന്നു തുടങ്ങിയെന്നുള്ളതാണ്. മസിൽ മാസ് കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അതായത് ശരീരം ഇതൊരു അപകടമാണെന്ന് തിരിച്ചറിയുകയും മാക്സിമം കലോറീസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം നിങ്ങൾ അറിയാതെ കഴിക്കുന്ന ഹൈ കാലറി ഫുഡുകളാണ്. പലപ്പോഴും ചെറിയ ചെറിയ സ്നാക്സുകൾ, ക്രീമുകൾ, സോസുകൾ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലൊക്കെ വളരെ കുറച്ച് കാലറീസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് വളരെ കുറവാണല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ ഇതിലൊക്കെ തന്നെ ഹൈ കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നാലാമത്തെ കാരണം ഉറക്കക്കുറവും സ്ട്രെസ്സുമാണ്. നിങ്ങൾ ഡയറ്റിംഗ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ലീപ്പ് കിട്ടിയില്ല, ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ശരിയായ രീതിയിലല്ല നിങ്ങളുടെ ഡയറ്റിംഗ് പോകുന്നത് എന്ന്. ശരീരത്തിന് ശരിയായ രീതിയിൽ റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല, ഉറക്കം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ അത് നിങ്ങളിൽ സ്ട്രെസ് ഉണ്ടാകാൻ കാരണമാകും. ഈ ഒരു സ്ട്രെസ് ശരീരത്തിൽ കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. ഈ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോള് നിങ്ങളുടെ ഫാറ്റ് ലോസിനെ തടയുകയും ചെയ്യും. ഇനി 5ാമത്തെ കാരണം നമ്മൾ ഒരേ രീതിയിൽ ചെയ്യുന്ന എക്സസൈസും ഡയറ്റിങ്ങും ആണ്. അതായത് നിങ്ങൾ ഡെയിലി ഒരേപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്യുന്നത്, അതേപോലെയാണ് ഡയറ്റിംഗ് എടുക്കുന്നതെന്ന് കരുതുക. ശരീരം പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുകയും വളരെ കുറഞ്ഞ കലോറീസിൽ ശരീരം പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. ഇത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടും വളരെയധികം കുറഞ്ഞു വരും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ എക്സസൈസ് റുട്ടീൻ ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഡെയിലി ചെയ്യുന്നത് കാർഡിയോ എക്സസൈസുകളാണെന്ന് കരുതുക. അതായത് ഡെയിലി നിങ്ങൾ ഒരേപോലെയുള്ള കാർഡിയോ എക്സസൈസുകളാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണോ നിങ്ങളെ വെയിറ്റ് ലോസ് സ്റ്റക്കായെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകൾ നിങ്ങളുടെ ഈ ഒരു കാർഡിയോന്റെ കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസിലേക്ക് നിങ്ങൾ മാറുക. ഇത് ഫാറ്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ ബേൺ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാലറി സൈക്ലിംഗ് ആണ്. അതായത് ഒരാഴ്ച നിങ്ങൾ അത്യാവശ്യം കുറഞ്ഞ കാലറീസ് ആണ് കഴിച്ചിട്ടുള്ളതെന്ന് കരുതുക. എന്നാൽ അടുത്ത ആഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി കൂടിയ കാലറീസ് കഴിക്കുക. അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച വീണ്ടും കാലറീസ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഒരേപോലെ കാലറീസ് കുറഞ്ഞ ഭക്ഷണം തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ വൈകാതെ തന്നെ ഇത് നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആവുകയും കുറഞ്ഞ കലറിയിൽ ശരീരം വർക്ക് ചെയ്യാനായിട്ട് ശീലിക്കുകയും ചെയ്യും. എന്നാൽ കാലറി സൈക്ലിംഗ് ചെയ്യുക വഴി നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും ഫാറ്റ് ബേണിംഗ് ഒക്കെ നല്ല രീതിയിൽ നടക്കാനും സഹായിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നത് കൂട്ടുക എന്നുള്ളതാണ്. അതിനർത്ഥം അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതല്ല. പകരം 1 കിലോ ശരീരഭാരത്തിന് 1.2 മുതൽ 1.6 ഗ്രാം വരെ പ്രോട്ടീനാണ് നമുക്ക് ഡെയിലി ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രോട്ടീൻ നിങ്ങളുടെ ശരീരഭാരം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്ര എമൗണ്ട് പ്രോട്ടീൻ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ അത് മസിൽ ലോസിലേക്കും അതുപോലെ തന്നെ വെയിറ്റ് കുറയാതിരിക്കാനൊക്കെ കാരണമാകും. എന്നാൽ പ്രോട്ടീൻ നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മസിൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും നമുക്ക് ഫാറ്റ് ലോസ് വരുന്നതിനും ഒക്കെ സഹായിക്കുന്നു. ഇനി നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉറക്കം കറക്റ്റ് ആക്കുക, അതോടൊപ്പം തന്നെ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ദിവസം നിങ്ങൾ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. ഇത് എല്ലാവരും പറയുന്നത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ്. പക്ഷെ നമ്മുടെ ഒരു റുട്ടീൻ എന്ന് വെച്ച് ചിലപ്പോൾ 8 മണിക്കൂർ ഉറങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും ഒരു 6 മുതൽ 7 മണിക്കൂർ വരെയുള്ള ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് നമുക്കുണ്ടാവും. അതോടൊപ്പം നമുക്ക് യാതൊരു രീതിയിലുള്ളൊരു സ്ട്രെസ്സും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുക.
ഇത് നിങ്ങൾ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനും ഫാറ്റ് ബേണിംഗ് കൂട്ടാനും സഹായിക്കുന്നു. ഇനി അഞ്ചാമതായിട്ട് ദിവസം മുഴുവൻ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതായത് നടക്കാൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഇരുന്ന് കൊണ്ടുള്ള ജോലികളൊക്കെ കുറയ്ക്കുക. നിന്നാലും കുഴപ്പമില്ല, അതും ഇരിക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആണ് നിന്നുകൊണ്ട് ജോലികൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. കൂടുതൽ വീട്ടുജോലികൾ, ക്ലീനിങ്, ഇതൊക്കെ കൂടുതൽ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ കൂടുതൽ കലറീസ് നിങ്ങളിൽ നിന്ന് ബേൺ ചെയ്യാനായിട്ട് സഹായിക്കും. വെയിറ്റ് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ സാധിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു, 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. അതിനുശേഷം 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഒരു ചെറിയ കഷ്ണം പുട്ടും ചെറുപയർ പുഴുങ്ങിയതും ഒരു ആപ്പിളുമാണ്. ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയുമാണ് കഴിച്ചത്. വൈകിട്ട് ഒരു വിത്തൗട്ട് ചായയും ഒരു കഷ്ണം പഴം പുഴുങ്ങിയതും കഴിച്ചു. വൈകിട്ട് 5 മണിയായപ്പോൾ ഒരു ക്യാരറ്റും ഒരു ആപ്പിളും ഒരു ഓറഞ്ചും കഴിച്ച് നിർത്തി. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.